Hello, good morning, everybody. How are you getting on? I hope all are fine. Today, we are going to learn about the new chapter, the first chapter in chemistry, 9th standard, structure of atom. Structure of atom അഥവാ ആറ്റത്തിൻ്റെ ഘടന. ഓക്കെ, ഇൻ ദിസ് ചാപ്റ്റർ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മുഴുവനായിട്ടും സ്റ്റഡി ചെയ്യുന്നത് ആറ്റത്തിനെ കുറിച്ചും മോളിക്യൂൾസിനെ കുറിച്ചും ആറ്റത്തിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസിനെ കുറിച്ചും സബാറ്റോമിക് പാർട്ടിക്കിൾസിനെ കുറിച്ചും അതിൻ്റെ ഡിസ്കവറി അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആർ യു റെഡി? ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ദ ടോപ്പിക്. ഓക്കെ, ഈ ആറ്റം എന്ന് പറയുന്ന ഇത് നമുക്കറിയാം, നമ്മുടെ ചുറ്റിലും ഏതൊരു സബ്സ്റ്റൻസ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിലും അവിടെയൊക്കെ എന്തുണ്ടാകും? ആറ്റങ്ങളുണ്ടാകും അല്ലേ? നമ്മൾ പോലും ഉണ്ടായിട്ടുള്ളത് ആറ്റങ്ങൾ കൊണ്ടാണ്. ഏത് സബ്സ്റ്റൻസും ഉണ്ടാക്കിയിട്ടുള്ളത് ആറ്റങ്ങൾ കൊണ്ടാണ്. ഓക്കെ, ഈ ആറ്റം എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്ക് കണ്ടെത്തി തന്നതും നമ്മളെ പഠിപ്പിച്ച് തന്നതും ജോൺ ഡാൾട്ടനാണ്. ആദ്യമായിട്ട് ആറ്റം എന്നത് നമുക്ക് പ്രപ്പോസ് ചെയ്ത് തന്നത് ജോൺ ഡാൾട്ടനാണ്. അപ്പോൾ ഈ ജോൺ ഡാൾട്ടന് കണ്ടെത്തിയത് ഏതൊരു സബ്സ്റ്റൻസ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിലും അതിൽ ആറ്റങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സയൻറ്റിസ്റ്റുകൾ പിന്നീട് വന്നിട്ടുണ്ട്. ഓരോ കാര്യങ്ങൾ നമ്മൾക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പോകാം. ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് എന്താണ് ആറ്റം. എന്താണ് ആറ്റം? വാട്ട് യു മീൻ ബൈ ആറ്റംസ്? ദ സ്മോളസ്റ്റ് പാർട്ട് ഓഫ് എ സബ്സ്റ്റൻസ് ദാറ്റ് കനോട്ട് ബി ബ്രോക്കൺ ഡൗൺ കെമിക്കലി. അതായത് നമ്മളൊരു സ്വീറ്റ് ക്യാൻഡി എടുത്തിട്ട് നമ്മൾ പൊട്ടിച്ച് വളരെ സ്മോളസ്റ്റ്, ഇനി അത് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റാത്ത വിധം അത്രയും സ്മോളസ്റ്റ് പാർട്ടിക്കിൾസ് ആക്കി മാറ്റി. ഓക്കെ, ആ ഒരു പാർട്ടിനെയാണ് നമ്മൾ ആറ്റം എന്ന് വിളിക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അത് ബ്രോക്കൺ ഡൗൺ ചെയ്യാൻ പറ്റില്ല. അത്രയും സ്മോളസ്റ്റ് പാർട്ടിക്കിൾസ് ആക്കി മാറ്റി അതിനെയാണ് നമ്മൾ ആറ്റംസ് എന്ന് വിളിക്കുക. ഓക്കെ, ആറ്റംസ് കമ്പൈൻ ടു ഫോം മോളിക്യൂൾസ് അല്ലേ? ഒന്നോ അതിലധികമോ ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ് മോളിക്യൂൾസ്. അപ്പോൾ ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കിൾസിന് പറയുന്ന പേരാണ് ആറ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം അതിൻ്റെ എല്ലാ ഗുണങ്ങളും അതിൽ കാണിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു സ്വീറ്റ് ക്യാൻഡി എടുത്തിട്ട് അതിനെ പൊട്ടിക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും ചെറിയ കണിക എടുത്ത് നോക്കുകയാണെങ്കിലും അതിന് സ്വീറ്റ് തന്നെ ആയിരിക്കും ടേസ്റ്റ് അല്ലേ? അപ്പോൾ അതിൻ്റെ എല്ലാ പ്രോപ്പർട്ടിയും കാണിക്കുന്നുണ്ട് താനും ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കിൾസ്. അതിനെയാണ് നമ്മൾ ആറ്റം എന്ന് പറയുക. 2 or more ആറ്റംസ് കമ്പൈൻ ടു ഫോം മോളിക്യൂൾസ്. ഓക്കെ, അപ്പോൾ മോളിക്യൂൾസ് എന്താണ്, ആറ്റംസ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ടേബിൾ കാണുന്നുണ്ട് അല്ലേ? ഈ ടേബിളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഷുഗർ, നമുക്കറിയാം പഞ്ചസാര, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്തൊക്കെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് എലമെൻറ്റ്സ് ആണ് നമ്മുടെ ഷുഗറിലുള്ളത്? കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ദെൻ ഓക്സിജൻ ഉണ്ട്. ദെൻ ഗ്ലൂക്കോസ് എടുത്ത് നോക്ക്, കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ദെൻ ഓക്സിജൻ ഉണ്ട് അല്ലേ? അപ്പോൾ സെയിം കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ആണ്, എലമെൻറ്റ്സ് ആണ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ബട്ട് നമ്മളതിൻ്റെ റേഷ്യോ നോക്കുകയാണ്, അതിൻ്റെ കെമിക്കൽ ഫോർമുല ഓഫ് ദ മോളിക്യൂൾസ്, അതിന് എടുത്തിരിക്കുന്ന അനുപാതം നോക്കുകയാണ്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എടുത്തിരിക്കുന്ന അനുപാതം നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. എന്താണ് ഡിഫറൻസ് കാണുന്നത്? അതായത് ഷുഗറിൽ C12H22O11 ആണ്. ആ ഒരു റേഷ്യോയിലാണ് എടുത്തപ്പോഴാണ് നമുക്ക് ഷുഗർ കിട്ടിയത്. നേരെ മറിച്ച് കാർബൺ C6H12O6 എടുത്തപ്പോഴാണ് നമുക്ക് ഗ്ലൂക്കോസ് കിട്ടിയത് അല്ലേ? അപ്പോൾ അവിടെ ആ ഒരു റേഷ്യോയിൽ അവിടെ എന്ത് വന്നു? ഡിഫറൻസ് വന്നു. ഇനി നമ്മൾ വാട്ടർ എടുത്ത് നോക്കുകയാണെന്ന് വിചാരിക്കാം. അവിടെ ഹൈഡ്രജൻ ഉണ്ട്, ദെൻ ഓക്സിജൻ ഉണ്ട് അല്ലേ? അപ്പോൾ ഷുഗർ, ഗ്ലൂക്കോസ്, വാട്ടർ ഇവിടെ വെച്ച് നോക്കുകയാണെങ്കിൽ ഷുഗറിലെടുത്ത അതേ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റ്സ് ആണോ നമ്മൾ വാട്ടറിൽ എടുത്തിട്ടുള്ളത്? നോ. ഷുഗറിലെടുത്തിരിക്കുന്നത് കാർബണും ഹൈഡ്രജനും ഓക്സിജനും ആണെങ്കിൽ വാട്ടറിൽ വെറും ഹൈഡ്രജനും ഓക്സിജനും മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അവിടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റ്സിൽ ഡിഫറൻസ് വന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഷുഗറും ഗ്ലൂക്കോസും സെയിം ആണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റ്സ്, പക്ഷേ അവിടെ റേഷ്യോയിൽ ഡിഫറൻസ് വന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഹൗ ഡു മോളിക്യൂൾസ് ഓഫ് ഡിഫറെൻറ്റ് സബ്സ്റ്റൻസ് ഡിഫർ?
എങ്ങനെയൊക്കെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ഇപ്പം ഞാൻ പറഞ്ഞത് തന്നെ ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റ്സ് ഓഫ് ദ മോളിക്യൂൾസ്, ദ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആറ്റംസ് ഇൻ ദം, അല്ലേ? അതിലടങ്ങിയിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റ്സിൽ വ്യത്യാസം വരാം, അതേപോലെ തന്നെ നമ്മൾ എടുക്കുന്ന റേഷ്യോയിൽ വ്യത്യാസം വരാം. അപ്പോൾ സബ്സ്റ്റൻസ് ടോട്ടലി ഡിഫറെൻറ്റ്. എന്ത് ചെയ്യും? സബ്സ്റ്റൻസ് ടോട്ടലി ഡിഫറെൻ്റായി. ഓക്കെ, ക്ലിയർ? ഓക്കെ, ഇനി നമുക്ക് കൂടുതലായിട്ട് ആറ്റത്തിലേക്ക് പോകാം. ആറ്റം എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു സ്മോളസ്റ്റ് പാർട്ടിക്കിൾസ് ആണ്. ഇനി ഈ ആറ്റത്തിനെ അഗൈൻ നമുക്ക് സ്മോളസ്റ്റ് പാർട്ടിക്കിൾസ് ആക്കി മാറ്റാൻ പറ്റുമോ? അതായത് ഈ ആറ്റത്തിൻ്റെ ഉള്ളിലും വീണ്ടും നമുക്ക് സ്മോളസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടോ? യെസ്, സബ് പാർട്ടിക്കിൾസ് ഉണ്ട് അല്ലേ? വാട്ട് ആർ ദേ? ഏതൊക്കെയത്? ഫസ്റ്റ് വൺ ന്യൂട്രോൺ, പ്രോട്ടോൺ, ദെൻ ഇലക്ട്രോൺ, അല്ലേ? ന്യൂട്രോൺ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്, ദെൻ ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ആറ്റത്തിന് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന് ഒരു സെൻറ്റർ പാർട്ടുണ്ട്. ഈ സെൻറ്റർ പാർട്ടിനെയാണ് നമ്മൾ ന്യൂക്ലിയസ് എന്ന് വിളിക്കുക. ഓക്കെ, സെൻറ്റർ പാർട്ടിനെ നമ്മൾ ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നു. ഈ ന്യൂക്ലിയസിനകത്താണ് നമുക്ക് ന്യൂട്രോൺ, പ്രോട്ടോൺ എന്ന് പറയുന്ന സബ് ആറ്റോമിക് പാർട്ടിക്കിൾസിനെ നമുക്ക് കാണാൻ കഴിയുക. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയസിനകത്ത് ന്യൂട്രോണിനെയും പ്രോട്ടോണിനെയും നമുക്ക് കാണാൻ കഴിയും. ഈ ന്യൂക്ലിയസിന് ചുറ്റും നമ്മുടെ സണ്ണിന് ചുറ്റും പ്ലാനറ്റുകൾ റിവോൾവ് ചെയ്യുന്നത് പോലെ നമ്മുടെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ ഇങ്ങനെ എന്ത് ചെയ്യാണ്? റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണ്, നമ്മുടെ ന്യൂക്ലിയസ് ഉണ്ട്. ഈ ന്യൂക്ലിയസിനകത്താണ് ആരുള്ളത്? പ്രോട്ടോണും ന്യൂട്രോണും എന്ന് പറയുന്ന സബ് പാർട്ടിക്കിൾസ് ഉള്ളത്. അതിന് ചുറ്റിലാണ് നമ്മുടെ ഇലക്ട്രോൺ ഉള്ളത്. ഗോട്ട് ഇറ്റ്? ഓക്കെ, ദെൻ നെക്സ്റ്റ്. ഓക്കെ, മനസ്സിലായല്ലോ? ഇതേപോലെ അല്ലേ, ഒരു സോളാർ സിസ്റ്റം പോലെ ഇങ്ങനെ എന്ത് ചെയ്യാണ്? നമ്മുടെ ന്യൂട്രോണിനെയും പ്രോട്ടോണിന് ചുറ്റും, ന്യൂക്ലിയസിന് ചുറ്റും നമ്മുടെ ഇലക്ട്രോണുകൾ ഇങ്ങനെ വലയം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇത്. എങ്ങനെയാണ് വലയം വെക്കുന്നത്? നമ്മൾ ഇഷ്ടമുള്ളത് പോലെയാണോ? അല്ല, ഇവർക്കൊരു ഫിക്സ്ഡ് ഓർബിറ്റ് ഉണ്ട്. അതിലൂടെയാണ് ഇവരെന്ത് ചെയ്യുന്നത്? റിവോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ ഒരുപാട് സബാറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ഇനി ഇത് എന്ത് ചെയ്യണം? ഇത് എങ്ങനെ കിട്ടി? ഈ സബാറ്റോമിക് പാർട്ടിക്കിൾസിനെ നമ്മൾ അല്ലേ? എങ്ങനെയൊക്കെയാണ് കണ്ടെത്തിയത്? ഏതൊക്കെ എക്സ്പെരിമെൻറ്റിലൂടെയാണ് നമ്മൾ സബാറ്റോമിക് പാർട്ടിക്കിൾസിനെ കണ്ടെത്തിയത്? അതിൽ ഇൻ ദിസ് ചാപ്റ്റർ വി ആർ സ്റ്റഡീഡ് ദ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ്, ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ്. ഓക്കെ, ഈ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റിലൂടെയാണ് നമ്മൾ ഇലക്ട്രോണിനെ കണ്ടെത്തുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത് വില്യം ക്രൂക്സ് ആണ് ഇൻ 1875. ഓക്കെ, ഇതിൽ എന്ത് ചെയ്തു? ഇദ്ദേഹം ഒരു ഗ്ലാസ് ട്യൂബ് എടുത്തു, ഇതേപോലുള്ള ഒരു ഗ്ലാസ് ട്യൂബ് എടുത്തു, 2 ഇലക്ട്രോഡുകൾ ഘടിപ്പിച്ചു. ഓക്കെ, മെറ്റൽ പ്ലേറ്റിനെയാണ് നമ്മൾ ഇലക്ട്രോഡുകൾ എന്ന് പറയുക. ഒരു ഇലക്ട്രോഡിനെ നമ്മൾ പോസിറ്റീവ് ബാറ്ററി അല്ലേ, നമ്മൾ പ്രവർത്തിക്കണമെങ്കിൽ ബാറ്ററി വേണം. അപ്പോൾ പോസിറ്റീവ് ടെർമിനലിനോടും ഒന്ന് നെഗറ്റീവ് ടെർമിനലിനോടും ഘടിപ്പിച്ചു അല്ലേ? നമ്മുടെ ബാറ്ററിക്ക് 2 വശമുണ്ട്, ഒന്ന് പോസിറ്റീവ് ഉണ്ട്, ഒന്ന് നെഗറ്റീവ് ഉണ്ട്. പോസിറ്റീവിനെയാണ് നമ്മൾ ആനോഡ് എന്ന് പറയുക, നെഗറ്റീവിനെയാണ് നമ്മൾ കാഥോഡ് എന്ന് പറയാം. ഓക്കെ, അങ്ങനെ ഘടിപ്പിച്ച സമയത്ത് നമുക്കറിയാം ഇതിൽ എന്തുണ്ട്? ഒരു ഗ്യാസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഈ നമ്മൾ ബാറ്ററി പ്രവർത്തിക്കുന്ന സമയത്ത് നമുക്കറിയാം എയർ ഈസ് ആൻ ഇൻസുലേറ്റർ, ഇലക്ട്രിസിറ്റി ഡസ് നോട്ട് പാസ് ത്രൂ അല്ലേ? അപ്പോൾ ഈ എയർ എന്ന് പറയുന്നത് ഒരു ഇൻസുലേറ്ററാണ്. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യൂല? ഇലക്ട്രിസിറ്റിയെ കടത്തി വിടൂല. അപ്പോൾ നോർമൽ പ്രഷറിൽ കടത്തി വിടാത്തത് കൊണ്ട് ഈ എന്ത് ചെയ്തു? ഇവിടെ ഒരു വാക്യൂം പമ്പ് വെച്ചിട്ട്, ട്യൂബ് വെച്ചിട്ട് ഇതിലുള്ള എയറിനെ അങ്ങോട്ട് കുറച്ചു. എയറിൻ്റെ ഇതിലുള്ള ഏത് എയറാണോ എടുക്കുന്നത് ആ എയറിനെ അങ്ങോട്ട് എന്ത് ചെയ്തു? കുറച്ചു, പ്രഷർ കുറച്ചു അല്ലേ? എയറിനെ അങ്ങോട്ട് കുറച്ചിട്ട് ഹൈ വോൾട്ടേജ് കൊടുത്തു. എയറിനെ അങ്ങോട്ട് കുറച്ചിട്ട് ഹൈ വോൾട്ടേജ് എന്ത് ചെയ്തു? ഇതിലേക്ക് കൊടുത്ത സമയത്ത് നമുക്കവിടെ ഒരു കാര്യം കാണാൻ പറ്റി അല്ലേ? അപ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. എന്താണ് നമ്മൾ ചെയ്തത്? ഇവിടെ നമ്മുടെ പോസിറ്റീവ് ടെർമിനലിൻ്റെ അടിഭാഗത്ത്, അതായത്
പോസിറ്റീവ് ടെർമിനലിൻ്റെ ഈ ഒരു ഭാഗത്ത് നമ്മളൊരു ഹോൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ പോസിറ്റീവ് ടെർമിനലിൻ്റെ ഭാഗത്ത് നമ്മൾ സുഷിരങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ സുഷിരങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഈ ടെർമിനലിനുള്ളിൽ, അതായത് ഇവിടെ. ഓക്കെ, ആനോഡിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സുഷിരങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഇതിൻ്റെ പുറകു വശത്തായിട്ട്, അതായത് ആനോഡിൻ്റെ ബാക്ക് സൈഡായിട്ട് നമ്മൾ ഒരു ZnS സിങ്ക് സൾഫൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിങ്ക് സൾഫൈഡിനെ പൂശിയിട്ടുണ്ട്. ഓക്കെ, ഈ സിങ്ക് സൾഫൈഡിൻ്റെ നിറമാണ് കേട്ടോ ഇവിടെ ഗ്രീൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇലക്ട്രിസിറ്റിയെ ഹൈ വോൾട്ടേജിൽ കൊടുക്കുന്ന സമയത്ത് നമുക്കിവിടെ എന്താണ് കാണാൻ കഴിയുന്നത്? എന്ത് കാണാൻ പറ്റി? ഇവിടെ നിന്നും, അതായത് കാഥോഡിൽ നിന്നും കുറച്ച് രശ്മികൾ റേസ് ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റി. ഓക്കെ, അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലായത്? ഇവിടെ നമ്മളൊരു സിങ്ക് സൾഫൈഡ് പൂശിയിട്ടുണ്ടായിരുന്നു അല്ലേ? ഈ സിങ്ക് സൾഫൈഡ് വല്ലാണ്ടങ്ങ് ഗ്ലോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു. സിങ്ക് സൾഫൈഡ് ഗ്ലോ ചെയ്യുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു. അങ്ങനെ ഗ്ലോ ചെയ്യാൻ കാരണം എന്താണ്? നമ്മുടെ കാഥോഡിൽ നിന്നും എന്തൊക്കെയോ കുറേ രശ്മികൾ നാനോഡിലേക്ക് പാസ് ചെയ്യുന്നതായിട്ട് ഇവർക്ക് കാണാൻ കഴിഞ്ഞു. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ മനസ്സിലായത് കൊണ്ടാണ് ഈ സിങ്ക് സൾഫൈഡിനെ പൂശിയത് കൊണ്ടും അത് ഗ്രീൻ കളറിൽ ഗ്ലോ ചെയ്യുന്നത് കൊണ്ടും ഇവർക്ക് എന്ത് ചെയ്തു? ഇത് ഇവിടെ നിന്ന്, അതായത് കാഥോഡിൽ നിന്ന് ഏതോ കുറച്ച് രശ്മികൾ ആനോഡിലേക്ക് പോകുന്നുണ്ട് എന്ന് മനസ്സിലായി. ഓക്കെ, ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നിന്ന്. അപ്പോൾ ഇതിനെ ഇവർ കാഥോഡ് റേസ് എന്ന് വിളിച്ചു. എന്ത് വിളിച്ചു? കാഥോഡ് റേസ്. ഇതാണ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ്. ഓക്കെ, മനസ്സിലായല്ലോ? ദെൻ അടുത്തത്, ഓക്കെ, അപ്പോൾ നമുക്കറിയാം സുഷിരങ്ങളുള്ള പോസിറ്റീവ് ഇലക്ട്രോഡാണ് ആനോഡിലുള്ളത് അല്ലേ? പോസിറ്റീവ് ടെർമിനലിൽ സുഷിരങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പുറകെയുള്ള സിങ്ക് സൾഫൈഡാണ് ZnS. ഇത് ഇളം പച്ച നിറമുള്ള ഒരു തിളക്കം, ഒരു ഗ്ലോ ചെയ്യുന്നതായിട്ട് ഇവർക്ക് കാണാൻ പറ്റി. അങ്ങനെയാണ് ഇവർക്ക് കാഥോഡ് റേസ് ഇവിടെ നിന്നും പാസ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലായത്. ഓക്കെ, ഇനി നമുക്ക് ഈ കാഥോഡ് റേസിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് കാഥോഡ് റേസ്? ഓക്കെ, the main characteristics of cathode rays cast shadows അല്ലേ? നമ്മൾ എന്ത് ചെയ്യാണ്? ഈ കാഥോഡ് റേസ് പോകുന്ന ആ ഒരു പാത്തിൽ, ആ ഒരു വഴിയിൽ ഒരു പാഡിൽ വീൽ വെക്കുകയാണ്. ഫസ്റ്റ് ഒരു പാഡിൽ വീൽ, ഒരു അപ്പാക്ക് ഒബ്ജക്റ്റ് വെക്കുകയാണ്. അതായത് ഒരു അപ്പാക്ക് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു അധാര്യ വസ്തു. അധാര്യ വസ്തു എന്ന് പറഞ്ഞാൽ പ്രകാശത്തെ കടത്തിവിടാത്തതിനെയാണ് നമ്മൾ ഒപ്പാക്ക് ഒബ്ജക്റ്റ് എന്ന് പറയാം അല്ലേ? അപ്പോൾ ഈ ഒപ്പാക്ക് ഒബ്ജക്റ്റ് വെക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു ഷാഡോ ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയുന്നു. ഇവിടെ ഒരു ഷാഡോ ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയുന്നു അല്ലേ? അപ്പോൾ ഒരു ഒബ്ജക്റ്റ് അതിൻ്റെ ഷാഡോ ഇവിടെ ഫോം ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം നമ്മുടെ കാഥോഡ് റേസിൻ്റെ ട്രാവൽ എപ്പോഴും എങ്ങനെയായിരിക്കും? ഇൻ എ സ്ട്രൈറ്റ് ലൈൻ. എങ്ങനെയായിരിക്കും? സ്ട്രൈറ്റ് ലൈനിലായിരിക്കും. നേരെ മറിച്ചിട്ട് ഇയാൾ സ്ട്രൈറ്റ് ലൈനിലല്ല ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും അവിടെ ഷാഡോ ഫോം ചെയ്യില്ല. ബട്ട് ബിക്കോസ് ഇവിടെ ഷാഡോ ഫോം ചെയ്തു. വാട്ട് ഈസ് ദ റീസൺ? ഇവിടെ ഒപ്പാക്ക് ഒബ്ജക്റ്റ് വെച്ച സമയത്ത് നമ്മുടെ കാഥോഡ് റേസ് എന്താണ്? സ്ട്രൈറ്റ് ലൈനിലാണ് പോകുന്നത്. ദാറ്റ് ഈസ് ദ റീസൺ. ഓക്കെ, അപ്പോൾ അവിടെ ഷാഡോ ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയണം. ഓക്കെ, ദെൻ രണ്ടാമത്തെ കാര്യം എന്താ? ഇനി സ്മോൾ പാഡിൽ ഫീൽ ഈസ് പ്ലേസ്ഡ് ഇൻ ദ പാത്ത് ഓഫ് ദി കാഥോഡ് റേസ്. നമ്മൾ എന്ത് ചെയ്തു? ഇതേപോലെ കാഥോഡ് റേസ് പോകുന്ന വഴിയിൽ ഒരു വളരെ ലൈറ്റായിട്ടുള്ള ഒരു പാഡിൽ വീൽ വെച്ചു. ഓക്കെ, ഒരു നേർത്ത ഇതളുകളുള്ള ഒരു ചക്രം വെച്ചു. ആ സമയത്ത് ഈ റേസ് അങ്ങോട്ട് പോകുന്ന സമയത്ത്, കാഥോഡ് റേസ് അങ്ങനെ ട്രാവൽ ചെയ്ത് പോകുന്ന സമയത്ത് ഈ വീലിങ്ങനെ കറങ്ങാൻ തുടങ്ങി അല്ലേ? എന്ത് ചെയ്തു? റൊട്ടേറ്റ് അല്ലേ? റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങി. ആ റൊട്ടേറ്റ് ചെയ്യാൻ കാരണം എന്തായിരിക്കും? എന്തായിരിക്കും? യെസ്, then we can understand that particles in the cathode rays have mass.
അല്ലേ? മാസ് ഉള്ളത് കൊണ്ടാണ്, കാഥോഡ് റേസിന് മാസ് ഉള്ളത് കൊണ്ടാണ് ആ പാഡിൽ വീൽ ഇങ്ങനെ കറങ്ങുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മൂന്നാമത് നമ്മൾ വീണ്ടും കാഥോഡ് റേസിൻ്റെ ഇടയിൽ വീണ്ടും മൂന്നാമത് ഒരാളെ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇലക്ട്രിക് ഫീൽഡ്. കാഥോഡ് റേസ് പോകുന്ന വഴിയിൽ ഒരു ഇലക്ട്രിക് ഫീൽഡിനെ അപ്ലൈഡ് ചെയ്ത സമയത്ത് ഈ റേസ് മുഴുവനും എന്ത് ചെയ്യാണ്? പോസിറ്റീവ് സൈഡിലേക്ക് തെന്നി മാറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു. പോസിറ്റീവ് സൈഡിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു, അല്ലേ? എന്തുകൊണ്ടായിരിക്കും പോസിറ്റീവ് സൈഡിലേക്ക് കാഥോഡ് റേസ് അട്രാക്റ്റ് ചെയ്യുന്നത്? എപ്പോഴും നമുക്കറിയാം നെഗറ്റീവിനാണ് പോസിറ്റീവിനോട് അട്രാക്ഷൻ ഉണ്ടാവുക, അല്ലേ? നമുക്കറിയാം അട്രാക്റ്റ്, നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ്, അല്ലേ? പോസിറ്റീവ് റിപ്പൽ ചെയ്യും, നെഗറ്റീവും റിപ്പൽ ചെയ്യും, ബട്ട് നെഗറ്റീവും അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ എന്തോ ഒരു അട്രാക്ഷൻ ഉണ്ട്, അല്ലേ? പോസിറ്റീവ് സൈഡിനോട് അട്രാക്ഷൻ ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാം കാഥോഡ് റേസ് എന്ന് പറയുന്നതിൻ്റെ ചാർജ് നെഗറ്റീവാണ്, അല്ലേ? നെഗറ്റീവായിട്ടുള്ള ഒരാളായത് കൊണ്ടാണ് പോസിറ്റീവിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത്. സോ നമുക്കത് ഉറപ്പിച്ച് പറയാം, കാഥോഡ് റേസിൻ്റെ ചാർജ് എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവാണ്, അല്ലേ? അപ്പോൾ ഇതേ ഇലക്ട്രിക് ഫീൽഡിന് പകരം നമ്മൾ കാന്തിക ഫീൽഡ് വെച്ചാലും നമുക്കറിയാം ഇതിന് എന്താണ്? ഇതേപോലെ പോസിറ്റീവ് സൈഡിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ഇനി നമ്മൾ ഇതിലെ ട്യൂബിനുള്ളിലെ വാതകം ഹൈഡ്രജനോ ഓക്സിജനോ നിയോണോ ഏതോ ആവട്ടെ, ഏത് വെച്ച് കഴിഞ്ഞാലും ഈ രശ്മികളുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. അതായത് കാഥോഡ് റേസിന് നോ ചേഞ്ച്, അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലായി. ദിസ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് പാർട്ടിക്കിൾസ് ഇൻ ദ കാഥോഡ് റേസ് ആർ പ്രസൻറ്റ് ഇൻ ഓൾ സബ്സ്റ്റൻസസ്. എല്ലാ സബ്സ്റ്റൻസിലും എന്തുണ്ട്? നമ്മുടെ കാഥോഡ് റേസിൻ്റെ പാർട്ടിക്കിൾസ് ഉണ്ട്. ദീസ് പാർട്ടിക്കിൾസ് ആർ ഇലക്ട്രോൺ, അല്ലേ? ഇങ്ങനെ നെഗറ്റീവ് ചാർജുള്ള ഈ ഒരു പാർട്ടിക്കിളിനെയാണ് നമ്മൾ ഇലക്ട്രോൺ എന്ന് വിളിച്ചത്. ഓക്കെ, അപ്പോൾ ഇതിന് ഇലക്ട്രോൺ എന്ന പേര് കൊടുത്ത ആളും വിളിച്ചതും നമ്മൾ ടെസ്റ്റ് ട്യൂബ് നേരത്തെ വില്യം ക്രൂക്സ് ടെസ്റ്റ് ചെയ്തു, എക്സ്പെരിമെൻറ്റ് ചെയ്തു. പക്ഷേ ഇതിനെ ഇലക്ട്രോൺ എന്ന പേര് കൊടുത്തത് നമ്മുടെ ജെ തോംസൺ ആണ് കേട്ടോ. ജെ തോംസൺ ആണ് ഇലക്ട്രോണിനെ കണ്ടെത്തിയത്. ഓക്കെ, ദെൻ അടുത്തത് ഇനി ഇലക്ട്രോണിനെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു, അല്ലേ? ദെൻ നെക്സ്റ്റ് വൺ പ്രോട്ടോണിനെയാണ് കേട്ടോ. ആരാണ് പ്രോട്ടോണിനെ കണ്ടെത്തിയത്? പ്രോട്ടോണിനെ കണ്ടെത്തിയതിൽ നമുക്ക് 2 പേരെ പറയാൻ പറ്റും. ഒരാളാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, 2 പേരെ പറയേണ്ടി വരും. അതായത് പ്രോട്ടോണിൻ്റെ ആ ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടെത്താനുള്ള ആ ഒരു പരീക്ഷണം നടത്തിയത് ഇൻ 1886 ഓയ്ഗൻ ഗോൾഡ്സ്റ്റൈൻ ആണ്. ഓയ്ഗൻ ഗോൾഡ്സ്റ്റൈൻ എന്ന ജർമ്മൻ സയൻറ്റിസ്റ്റാണ് എന്ത് ചെയ്തത്? നമ്മുടെ പ്രോട്ടോണിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? നമ്മൾ നേരത്തെ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ് ചെയ്ത സമയത്ത് നമ്മൾ കണ്ടു എന്താണ്? കാഥോഡിൽ നിന്നും കുറച്ച് രശ്മികൾ ആനോഡിലേക്ക് പോകുന്നത്, അല്ലേ? അപ്പോൾ ആനോഡിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? സുഷിരങ്ങൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതേ എക്സ്പെരിമെൻ്റ് ഒന്ന് തിരിച്ച് ചെയ്ത് നോക്കി. അതായത് കാഥോഡിൽ ഹോളിട്ടിട്ട് ആനോഡിൽ നിന്നും രശ്മികളെ കടത്തിവിട്ടു. അതേസമയത്ത് ഇതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ആനോഡിൽ നിന്നും കാഥോഡിലേക്ക് രശ്മികൾ പാസ് ചെയ്ത് പോകുന്നതായിട്ട് ഓയ്ഗൻ ഗോൾഡ്സ്റ്റൈനെ കാണാൻ കഴിഞ്ഞു, അല്ലേ? അപ്പോൾ അദ്ദേഹം ഇതിനെ എന്ത് ചെയ്തു? ഇതിനെ അദ്ദേഹം കനാൽ റേസ് എന്ന് വിളിച്ചു. ഇതാണ് പിന്നീട് പ്രോട്ടോൺ എന്ന പേരിൽ അറിയപ്പെട്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോട്ടോണിൻ്റെ കണ്ടെത്തൽ ഇറ്റ് വാസ് ഏർണസ്റ്റ് റുദർഫോർഡ് ഹു ഡിസ്കവേർഡ് ദാറ്റ് ദിസ് ഈസ് എ സബാറ്റോമിക് പാർട്ടിക്കിൾസ് ആൻഡ് നെയിംഡ് പ്രോട്ടോൺ, അല്ലേ? അപ്പോൾ ഇദ്ദേഹമാണിത് പ്രോട്ടോൺ ആണെന്ന് ഡിസ്കവർ ചെയ്തത്. പക്ഷേ ഇറ്റ് വാസ് ഏർണസ്റ്റ് റുദർഫോർഡ് ഹു ഡിസ്കവേർഡ് ദാറ്റ് ദിസ് വാസ് എ സബാറ്റോമിക് പാർട്ടിക്കിൾസ് ആൻഡ് നെയിംഡ് ഇൻ പ്രോട്ടോൺ, അല്ലേ? ഇങ്ങനെ ഒരു റേസ്, അതായത് നമ്മുടെ ഇതേപോലെ എന്താണ്
ആനോഡിൽ നിന്നും കുറച്ച് രശ്മികൾ കാഥോഡിലേക്ക് പാസ് ചെയ്യുന്ന പോകുന്നതെന്ന് കാണാൻ പറ്റി. ഇതിൻ്റെ ചാർജ് പോസിറ്റീവാണ്, അതായത് പോസിറ്റീവ് സൈഡിൽ നിന്നും ആനോഡിലേക്ക് പോകുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു. ഇതിനെയാണ് ആനോഡ് റേസ് അഥവാ കനാൽ റേസ് എന്നൊക്കെ ഇതിന് പേര് വിളിച്ചു. കൂടാതെ ഇതിന് ഇറ്റ് വാസ് ഏണസ്റ്റ് റുദർഫോർഡാണ് ഇത് ഒരു സബാറ്റോമിക് പാർട്ടിക്കിൾസ് ആണെന്നും ഇതിൻ്റെ പേര് പ്രോട്ടോൺ ആണെന്നും ഇതിൻ്റെ ചാർജ് പോസിറ്റീവ് ആണെന്നും പറഞ്ഞത്. അപ്പോൾ ഇതിൽ പ്രോട്ടോണിൽ നമുക്ക് എയ്ഗൻ ഗോൾഡ്സ്റ്റൈനെയും റുദർഫോർഡിനെയും പറയാൻ പറ്റും. ദെൻ നമ്മൾ ഈ ആറ്റത്തിൻ്റെ കണ്ടുപിടുത്തത്തിനിടയിൽ നമുക്ക് കുറച്ച് സയൻറ്റിസ്റ്റിൻ്റെ കുറച്ച് സം ഓഫ് ദ അറ്റോമിക് മോഡൽസ് പഠിക്കാനുണ്ട്. അപ്പോൾ ഇലക്ട്രോൺ കണ്ടെത്തി, പ്രോട്ടോൺ കണ്ടെത്തി. ഇനി നമുക്ക് തോംസണിൻ്റെ അതായത് നമുക്ക് 3 പേരുടെ അറ്റോമിക് മോഡൽസ് അല്ലേ, അറ്റോമിക മാതൃക പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് നമ്മുടെ തോംസൺസ് പ്ലം പുഡിംഗ് മോഡലുണ്ട്, റുദർഫോർഡിൻ്റെ മോഡലുണ്ട്, ബോർ മോഡലുണ്ട്. അപ്പോൾ നമുക്ക് ഏതാന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് നമ്മുടെ തോംസൻ്റെ പ്ലം പുഡിംഗ് മോഡലാണ്. പ്ലം പുഡിംഗ് മോഡൽ മെയിനായിട്ട് പറയുന്നത് അക്കോർഡിംഗ് ടു ദിസ് മോഡൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് ആർ എംബഡഡ് ഇൻ എ പോസിറ്റീവ് ചാർജ്ഡ് സ്ഫിയർ അല്ലേ. അതായത് നമ്മളൊരു വാട്ടർ മെലൺ മുറിച്ച് കഴിഞ്ഞാൽ അതിൽ ഫ്ലഷ് പാർട്ടിക്കിൾസും ഉണ്ടാകും, അതേപോലെ തന്നെ അതിൽ സീഡ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ സീഡും ഫ്ലഷും പോലെയാണ്, അതായത് നെഗറ്റീവ് പാർട്ടിക്കിൾസും ഉണ്ട്, പോസിറ്റീവ് പാർട്ടിക്കിൾസ് എംബഡഡ്. അതായത് ആ ഒരു പോസിറ്റീവ് പാർട്ടായിട്ടുള്ള ഫ്ലഷിനകത്ത് നെഗറ്റീവായിട്ടുള്ള നമ്മുടെ സീഡും ഇങ്ങനെ എംബഡഡ് ചെയ്തിരിക്കുകയാണ് അല്ലേ, വിന്യസിച്ചിരിക്കുകയാണ്. അപ്പോൾ അതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ അവിടെ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം, ദ ടോട്ടൽ നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജസ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ഇൻ ദ സ്ഫിയർ വിൽ ബി ഈക്വൽ അല്ലേ. ഗോളത്തിലെ പോസിറ്റീവ് ചാർജിൻ്റെയും നെഗറ്റീവ് ചാർജിൻ്റെയും എണ്ണം എന്ന് പറയുന്നത് എന്താ, ഈക്വൽ ആണ് അല്ലേ. നമ്മൾ പ്ലം പുഡിംഗ് കേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം കേക്കിന് കൂടാതെ ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സും മുന്തിരിയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതെന്താണ് ഒരേപോലെയാണെന്നാണ് അല്ലേ. ആ ആയിട്ടുള്ള കേക്കിൻ്റെ അതിന് ഈക്വലായിട്ടായിരിക്കും അതിലുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഉണ്ടാവുക. അതാണ് അവിടെ പറഞ്ഞത്. സോ എൻ ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. പോസിറ്റീവായിട്ടുള്ള ആളും നെഗറ്റീവായിട്ടുള്ള ആളും സെയിം ആയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കും അല്ലേ. ബട്ട് തോംസൺസ് മോഡൽ ഫെയിൽഡ് ടു എക്സ്പ്ലെയിൻ ദ റിസൾട്ട്സ് ഓഫ് സെവറൽ എക്സ്പെരിമെൻറ്റ്, ഹെൻസ് ദിസ് മോഡൽ വാസ് റിജക്റ്റഡ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മോഡൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നല്ലാതെ ഇത് ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, അദ്ദേഹത്തിന് തെളിയിക്കാൻ പറ്റിയിട്ടില്ല, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ ദിസ് മോഡൽ വാസ് റിജക്റ്റഡ്. ദെൻ രണ്ടാമത്തെ ആളാണ് നമ്മുടെ റുദർഫോർഡിൻ്റെ ആറ്റം മോഡൽ. റുദർഫോർഡ് എന്താണ് ചെയ്തത്? റുദർഫോർഡ് ഒരു ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ്റാണ് നടത്തിയത്. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം കുറച്ച് രശ്മികളെ എന്ത് ചെയ്തു? നമ്മുടെ ആൽഫ പാർട്ടിക്കിൾസിനെ ഒരു ഗോൾഡ് ഫോയിൽ വെച്ചിട്ട് എക്സ്പെരിമെൻ്റ് നടത്തുകയാണ് ചെയ്തത്. ഒരു ഗോൾഡ് ഫോയിൽ എടുത്തു, അതിന് ചുറ്റും with the alpha rays which originated from the radioactive substances and tried to find out the deflections. അതായത് ഇതിൻ്റെ പാത്തിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ആൽഫ റേസ് വെച്ചിട്ട് ബോംബാർഡ് ചെയ്ത് നോക്കുകയാണ് ചെയ്തത് അല്ലേ. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ കണ്ടെത്തി. എന്തൊക്കെയാണ് കണ്ടെത്തിയത്? മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് പാസ്ഡ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ അണ്ടർ റിഫ്ലക്റ്റഡ്. അതായത് ഒരു വ്യതിയാനവും ഇല്ലാതെ കുറേ പാർട്ടിക്കിൾസ് എന്ത് ചെയ്തു? നേരെ ഈ ഗോൾഡ് ഫോയിലൂടെ കടന്നുപോയി. ഇനി സം ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് ഡിഫ്ലക്റ്റഡ് ബൈ സ്മോൾ ആംഗിൾസ് സ്ട്രൈറ്റ് വെൻ ദേ ഹിറ്റ് ദ ഗോൾഡ് ഫോയിൽ. അതായത് ഗോൾഡ് ഫോയിലിനെ ഹിറ്റ് ചെയ്തുകൊണ്ട് കുറച്ച് പാർട്ടിക്കിൾസൊക്കെ സൈഡിലോട്ട് വ്യതിചലിച്ചു അല്ലേ. കുറച്ച് പാർട്ടിക്കിൾസ് അങ്ങനെ സൈഡിലേക്ക് കോണളവിൽ വ്യതിചലിച്ച് പോകുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു. പിന്നെ എ വെരി ഫ്യൂ ആൽഫ പാർട്ടിക്കിൾസ് എന്ത് ചെയ്തു? ബൗൺസ് ബാക്ക്, തിരിച്ച് ആ പോയ പോലെ തന്നെ തിരിച്ചു വരുന്നതായിട്ടും തിരിച്ച് ബാക്കിലേക്ക് തന്നെ വരുന്നതായിട്ടും കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് അദ്ദേഹം കണ്ടെത്തി ഒരു ആൽഫ പാർട്ടിക്കിൾസ് കംപ്ലീറ്റ് നേരെ
പോകണമെങ്കിൽ ആറ്റം ഹാസ് എ സെൻറ്റർ കോൾഡ് ന്യൂക്ലിയസ്. ആറ്റത്തിനൊരു ന്യൂക്ലിയസ് ഉണ്ട്. സൈസ് ഓഫ് ദ ന്യൂക്ലിയസ് എക്സ്ട്രീംലി സ്മോൾ വെൻ കമ്പയർഡ് ടു ദ സൈസ് ഓഫ് എൻ ആറ്റം. ആറ്റം വെച്ച് നോക്കുകയാണെങ്കിൽ ന്യൂക്ലിയസിൻ്റെ സൈസ് വളരെ ചെറുതാണ് അല്ലേ. അതേപോലെ തന്നെ ദ എൻറ്റയർ പോസിറ്റീവ് ചാർജ് മോസ്റ്റ് ഓഫ് ദ മാസ് ഓഫ് ദ ആറ്റം ആർ കോൺസെൻട്രേറ്റഡ്. അതായത് അതിൻ്റെ മാസ് മുഴുവൻ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ന്യൂക്ലിയസിലാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇലക്ട്രോൺസ് റിവോൾവ് വെരി ഫാസ്റ്റ് അറൗണ്ട് ദ ന്യൂക്ലിയസ്. അതേപോലെ തന്നെ ന്യൂക്ലിയസിന് ചുറ്റും എന്താണ് നമ്മുടെ ഇലക്ട്രോണുകൾ ചുറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. പക്ഷേ എങ്കിലും ഈ ഒരു എക്സ്പെരിമെൻറ്റും കൂടുതലായിട്ട് മുന്നോട്ട് പോയില്ല. അതും റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ അതിൻ്റെ ഇടയിലാണ് നമ്മുടെ ന്യൂട്രോണിൻ്റെ കണ്ടെത്തൽ അല്ലേ. അപ്പോൾ അവിടെ ന്യൂട്രോണിനെ കണ്ടെത്തിയത് നമ്മുടെ ജെയിംസ് ചാഡ്വിക്ക് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. ദ റിയൽ മാസ് ഓഫ് ദ ന്യൂക്ലിയസ് വാസ് ഫൗണ്ട് വെരി ഗ്രേറ്റർ ദാൻ ദ കാൽക്കുലേറ്റഡ് ബൈ റുദർഫോർഡ്. അതായത് റുദർഫോർഡ് കാൽക്കുലേറ്റ് ചെയ്തതിനേക്കാളും പ്രോട്ടോണുകളുടെ മാസ് വളരെ കൂടുതലാണെന്നാണ് ഇദ്ദേഹം കണ്ടെത്തിയത്. ഓക്കെ, അതേപോലെ തന്നെ ഒരുപാട് എക്സ്പെരിമെൻറ്റുകൾ നടത്തിയെങ്കിലും ഇവിടെ വൈരുദ്ധ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ജെയിംസ് ചാഡ്വിക്ക് ഫൗണ്ട് ഔട്ട് ദർ ആർ സം ന്യൂട്രൽ പാർട്ടിക്കിൾസ് ഇൻ ദ ന്യൂക്ലിയസ് ആൻഡ് ദാറ്റ് ദേ ഹാവ് എ മാസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ദ ഹൈഡ്രജൻ ആറ്റം അല്ലേ. അതായത് ഏകദേശം ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസാണ് ചില നിർവീര്യ കണങ്ങൾ കൂടി നമ്മുടെ ന്യൂക്ലിയസിനകത്തുണ്ടെന്നും അതിന് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസാണെന്നൊക്കെ ഇദ്ദേഹം കണ്ടെത്തി. ഇതിന് അതായത് ഇത്തരം കണങ്ങൾക്ക് ചാർജ് ഇല്ലാത്തതിനാൽ ഈ കണത്തിന് ന്യൂട്രോൺ എന്ന പേരും നൽകി. ഓക്കെ, അപ്പോൾ ന്യൂട്രോണിനെ കണ്ടെത്തിയത് നമ്മുടെ ജെയിംസ് ചാഡ്വിക്കാണ്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ കാര്യം പറഞ്ഞു, ന്യൂട്രോണിൻ്റെ കാര്യം പറഞ്ഞു, പ്രോട്ടോണിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ. ഓക്കെ, ഇനി മൂന്നാമത്തെ നമ്മുടെ മോഡലാണ് ബോർ ആറ്റം മോഡൽ. ഇതാണ് ഇന്ന് നിലവിൽ നമ്മുടെ മോഡൽ ഏതാണെന്ന് വെച്ചാൽ ബോർ ആറ്റം മോഡലാണ്. ഇത് അനുമാനിച്ചാണ് ഇന്നും നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ വായിക്കാം. ഇലക്ട്രോൺസ് റിവോൾവ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഓഫ് എൻ ആറ്റം ഇൻ എ ഫിക്സ്ഡ് ഓർബിറ്റ് അല്ലേ. ഇലക്ട്രോണുകൾ ഇങ്ങനെ ഫിക്സ്ഡ് ഓർബിറ്റിലൂടെയാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇലക്ട്രോൺസ് ഇൻ ഈച്ച് ഓർബിറ്റ് ഹാവ് എ ഡെഫിനിറ്റ് എനർജി. സോ ഓർബിറ്റ് ആർ ഓൾസോ നോൺ ആസ് എനർജി ലെവൽ. അതായത് ഓരോ ഓർബിറ്റിലും ഓരോ എനർജി ഉണ്ട്. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നില്ല. ഓരോ ഓർബിറ്റിലും ഓരോ എനർജി ലെവലുണ്ട്. ആസ് ലോങ് ആസ് ദ ഇലക്ട്രോൺസ് റിവോൾവ് ഇൻ എ പെർട്ടിക്കുലർ ഓർബിറ്റ് ദെയർ എനർജി ഡസ് നോട്ട് ചേഞ്ച്. സോ ഓർബിറ്റ് ഈസ് നോൺ ആസ് സ്റ്റേഷനറി എനർജി ലെവൽ. ദ എനർജി ഓഫ് ദ ഓർബിറ്റ് ഇൻക്രീസസ് ആസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ് ഇൻക്രീസസ്. അതായത് ഓർബിറ്റ് കൂടുന്നതിനനുസരിച്ച്, ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് അവർ ന്യൂക്ലിയസിൽ അതിലുള്ള എനർജി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് എനർജി കൂടും എന്നാണ് പറയുന്നത്. എനർജി ഈസ് എമിറ്റഡ് വെൻ ദ ഇലക്ട്രോൺസ് ഷിഫ്റ്റ് ഫ്രം ദ ഓർബിറ്റ് ഓഫ് ദ ഹയർ എനർജി ഓർബിറ്റ് ഈസ് ലോ എനർജി. എനർജി ഈസ് അബ്സോർബ്ഡ് വെൻ ദ ഇലക്ട്രോൺസ് ഷിഫ്റ്റ് ഫ്രം ഓർബിറ്റ്സ് ഓഫ് ലോവർ എനർജി ഓഫ് ഓർബിറ്റ് ഈസ് ഹയർ എനർജി. അതായത് നമ്മൾ ഹയർ ലെവലിൽ നിന്ന് താഴേക്ക് വരുന്നതനുസരിച്ച് അതിൻ്റെ എനർജി ലെവൽ കുറഞ്ഞു വരും. ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് എനർജി ലെവൽ കൂടും എന്നാണ് അവിടെ പറഞ്ഞത്. പിന്നെ ഓർബിറ്റിനെ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ ഗിവിങ് നമ്പേഴ്സ്. നമ്മൾ നമ്പർ കൊടുത്തിട്ടാണ് ഓർബിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുക. നമ്പറിന് പുറമെ ഇതിന് കെ ഷെൽ, എൽ ഷെൽ, എം ഷെൽ, എൻ ഷെൽ ഇങ്ങനെ പോകും. അപ്പോൾ 1, 2, 3, 4 ആ ഒരു ലെവലിലാണ് നമ്മൾ ഓർബിറ്റിനെ എന്ത് ചെയ്തിട്ടുള്ളത്, ഷെല്ലുകൾക്ക് നെയിം കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ